ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വാട്സ് റിയാക്ഷൻ നോക്കിയില്ലേ? അതുപോലത്തെ ഒരു റിയാക്ഷനാണ് ഫെങ്കൽസ്റ്റൈൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താ ഫെങ്കൽസ്റ്റൈൻ റിയാക്ഷൻ? ഹാലോ ആൽക്കെയിൻസ്, അതായത് ആൽക്കൈൽ ക്ലോറൈഡ്സ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡ്സിനെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? ആൽക്കൈൽ അയോഡൈഡായിട്ട് മാറ്റാം. ഇവിടുത്തെ റിയേജൻ്റ് ആരാ? സോഡിയം അയോഡൈഡാണ് ഇൻ ഡ്രൈ അസറ്റോൺ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ നോക്കിക്കേ. ഇവിടെ സിംപിളി നമ്മൾ ക്ലോറിനെ എന്തായിട്ട് മാറ്റുന്നു? അയോഡൈഡായിട്ട് മാറ്റുന്നു. ആരെയാ നമ്മൾ യൂസ് ചെയ്തേ? സോഡിയം അയോഡൈഡിനെ നമ്മൾ യൂസ് ചെയ്തേ. ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് നോക്കിക്കേ, NaCl. ഈ NaCl എന്താണ്? ഡ്രൈ അസറ്റോണിൽ ഡിസോൾവ് ആകില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡ്രൈ അസറ്റോൺ യൂസ് ചെയ്യുന്നത്. അന്നേരം എന്ത് ചെയ്യും? ഇവിടെ കിട്ടുന്ന NaCl NaBr എന്തായിട്ട് മാറും? ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. നമുക്ക് ഈസി ആയിട്ട് ഫിൽറ്റർ ചെയ്യാം. നമുക്ക് ആൽക്കൈൽ അയോഡൈഡിനെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടുത്തെ ക്ലോറൈഡിനെ നമ്മൾ സോഡിയം അയോഡൈഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറസ്പോണ്ടിങ് അയോഡൈഡായിട്ട് കിട്ടി. അടുത്ത റിയാക്ഷനിലോ ബ്രോമൈഡിനെ നമ്മൾ എന്ത് ചെയ്തു? സോഡിയം അയോഡൈഡ് ആഡ് ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് അയോഡൈഡായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്വസ്റ്റ്യനിൽ സോഡിയം അയോഡൈഡ് ഇൻ ഡ്രൈ അസറ്റോൺ എന്ന് മെൻഷൻ കണ്ടാൽ എന്ത് ചെയ്യണം? നമ്മൾ ഫെങ്കൽസ്റ്റൈൻ റിയാക്ഷൻ ചെയ്യണം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രം ജസ്കേം.